السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 198 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, റഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 198 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخلتم كالذي خاضوا أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون. ألم يأتهم نبأ الذين من قبلهم قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين والمؤتفكات أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. صدق الله العلي العظيم. സൂറത്ത് തൗബയിലെ 69 മുതൽ 72 വരെയുള്ള 4 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 10ാമത്തെ ജുസ്ഇൽ 198 പേജ്. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. മുനാഫിക്കുകളെ കുറിച്ചാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്, കപട വിശ്വാസികളെ കുറിച്ച്. അവർ നേരിടേണ്ടി വരുന്ന ശിക്ഷകളെ കുറിച്ചാണ് അവസാനമായി പറഞ്ഞു വെച്ചത്. ഇനി അവർ വീണ്ടും അല്ലാഹു തആല താക്കീത് ചെയ്യുകയാണ്. നിങ്ങളെക്കാളൊക്കെ എത്രയോ സ്വാധീനമുള്ള ആളുകളോട്, നിങ്ങളെക്കാളും ശക്തരായിരുന്ന ആളുകൾ, നിങ്ങളെക്കാളും സമ്പത്തും മക്കളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെ ഒരു മുൻഗാമികൾ നിങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് പക്ഷേ അവർ തോന്നിവാസത്തിൽ ആറാടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് ഇഹത്തിലും പരത്തിലും. അപ്പോ അല്ലാഹു തആല അവർ താക്കീത് ചെയ്യുകയാണ്. മുൻകാലത്തുണ്ടായിരുന്ന സത്യനിഷേധികളോട് തുലനം ചെയ്തിട്ട് അവരോട് നേരിട്ട് അഭിസംബോധന ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇത്തരം സത്യനിഷേധികളെ പോലെ നിങ്ങളും നാശത്തിന് വിധേയരാകും, നിങ്ങൾ ഈ നിഫാഖിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ. അവർ നിങ്ങളെക്കാളും ശക്തരായിരുന്നു, എല്ലാ സ്വാധീനവുമുള്ള ആളുകളായിരുന്നു. ഇനി അതല്ല, നിങ്ങൾ പിന്മാറാൻ ഒരുക്കമല്ലാതെ അതേ രീതികളും നടപടിക്രമങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ, ഇതേ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കുണ്ടായ അതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നത്. അവരെ പോലെ തന്നെയാണ് നിങ്ങളും എന്നതുകൊണ്ട് അവർ നേരിട്ടതുപോലെയുള്ള ശിക്ഷകൾ നിങ്ങൾക്കും നേരിട്ടേക്കാം. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخلتم كالذي خاضوا
ഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽആഖിറ വഉലൈക ഹുമുൽ ഖാസിറൂൻ. കല്ലദീന, കപടവിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, കല്ലദീന, കപടവിശ്വാസികളെ നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെ തന്നെയാണ്. ആരെ? മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള, നിങ്ങളുടെ പൂർവഗാമികളെ പോലെ തന്നെയാണ് നിങ്ങളും. കാനു, അവർ ആയിരുന്നു, അശദ്ദ മിൻകും ഖുവ്വ, നിങ്ങളെക്കാൾ മികച്ച ശക്തിയുള്ളവരായിരുന്നു. അശദ്ദ എന്ന് പറഞ്ഞാൽ മികച്ച ശക്തിയുള്ളവരായിരുന്നു. വാക്സർ അംവാലൻ, കൂടുതൽ സ്വത്തുക്കളുള്ള ആളുകളായിരുന്നു. വൗലാദൻ, കൂടുതൽ സന്താനങ്ങളുള്ള ആളുകളായിരുന്നു. അപ്പൊ നിങ്ങളെക്കാളൊക്കെ സ്വത്തും സമ്പത്തും സന്താനങ്ങളൊക്കെ ഉള്ള നല്ല മികച്ച കായിക ശക്തിയും ബലവും കായിക ശേഷിയൊക്കെ ഉള്ള ആളുകളായിരുന്നു അവർ. അവരെ പോലെ തന്നെയാണ് നിങ്ങളും. ഇതിനെന്താ അവർ ചെയ്തത്? അങ്ങനെ അവർ സുഖിച്ചു, ബി ഖലാഖിഹിം, അവരുടെ വിഹിതം കൊണ്ട്, അവരുടെ ഓഹരി കൊണ്ട്. ഖലാഖ് എന്ന് പറഞ്ഞാൽ ഓഹരി, വിഹിതം. അള്ളാഹു തആല അവർക്ക് കൊടുത്തത് കൊണ്ട് അവരെന്തായി? സുഖിച്ചു. നിങ്ങളെന്താ ചെയ്യുന്നത്? ഫസ്തംതഅതും ബി ഖലാഖിക്കും, നിങ്ങൾക്ക് ലഭിച്ച വിഹിതങ്ങൾ നിങ്ങൾ സുഖിക്കുന്നത് പോലെ. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ സുഖിച്ചു, ആറാടി ജീവിച്ചു. ഫസ്തംതഅതും, അപ്പോൾ നിങ്ങളുടെ വിഹിതം കൊണ്ട്, ബിഖലാഖിക്കും, നിങ്ങളുടെ വിഹിതം കൊണ്ട് നിങ്ങളും സുഖിച്ചു. ഏതുപോലെ? കമസ്തംതഅല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾ സുഖിച്ചതുപോലെ, ബിഖലാഖിഹിം, അവരുടെ ഓഹരി കൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കൊടുത്ത നിഅമത്ത് മുമ്പുള്ള ആളുകള് അതുകൊണ്ട് ആറാടി മതിച്ചു ജീവിച്ചു. അവർ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതെ. നിങ്ങൾക്ക് ലഭിച്ച ആ ഖലാഖ് കൊണ്ട് നിങ്ങളും സുഖിക്കുകയാണ് ഇപ്പോ. ഏതുപോലെ? കമസ്തംതഅല്ലദീന മിൻ ഖബ്ലിക്കും ബിഖലാഖിഹിം, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ അവരുടെ വിഹിതം കൊണ്ട് സുഖിച്ചതുപോലെ. ഇസ്തംതഅ എന്ന് പറഞ്ഞാൽ സുഖിച്ചു, ആനന്ദിച്ചു, സുഖം അനുഭവിച്ചു എന്നൊക്കെയാണ്. ഖലാഖ് എന്ന് പറഞ്ഞാൽ ഓഹരി, വിഹിതം. അതുപോലെ തന്നെ ഖുൽതും കല്ലദീ ഖാലു, അവർ വിനോദങ്ങളിൽ മുഴുകിയിരുന്നത് പോലെ നിങ്ങൾ മുഴുകി. ഖുൽതും, നിങ്ങളും മുഴുകി. കല്ലദീ ഖാലു, അവർ വിനോദങ്ങളിൽ മുഴുകിയിരുന്നത് പോലെ. അവർ ഏതൊക്കെ വിനോദങ്ങളിലാണോ മുഴുകിയിരുന്നത് അതേപോലെ നിങ്ങളും വിനോദിച്ച് ഇവിടെ ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് ഉന്മാദിക്കുകയാണ്, ആറാടുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവർ ആ കൂട്ടർ, ഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായിട്ടുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. വഉലൈക, അവർ തന്നെയാണ്, ഹുമുൽ ഖാസിറൂൻ, നഷ്ടം സംഭവിച്ച ആളുകൾ, നഷ്ടക്കാർ. ഇത്തരം ആളുകളൊക്കെ രണ്ട് ലോകത്തും അവരുടെ കർമ്മങ്ങളുടെ ഫലം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. അവർ മഹാനഷ്ടം സംഭവിച്ച ആളുകളുമാണ്. അപ്പോ മുൻഗാമികൾ ഓർമ്മപ്പെടുത്തി അവരോട് പറയണം, നിങ്ങളും അതേപോലെ അവർ ആർമാദിച്ചതുപോലെ നിങ്ങളും ആർമാദിക്കുകയാണെങ്കിൽ, ആറാടിയതുപോലെ നിങ്ങളും ആറാടുകയാണെങ്കിൽ, അവർ മുഴുകിയ വിനോദങ്ങളിൽ നിങ്ങളും അതേപോലെ മുഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ നിലപാട് മാറ്റാത്തിടത്തോളം കാലം നിങ്ങളും അവരെ പോലെ നഷ്ടങ്ങളിൽ പെട്ടുപോകും. അടുത്ത ആയത്ത് നോക്കാം, 70-ാമത്തെ ആയത്ത്. മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ട ചരിത്രം അറബികൾക്ക് അറിയാമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. അസ്വാഫാത്ത് 137 സൂറത്ത് യൂസുഫിൽ 105 ഇതിലൊക്കെ ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വേറെയും പല ആയത്തുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിനെ അള്ളാഹു തആല നശിപ്പിച്ചത് തൂഫാൻ ഉപയോഗിച്ചാണ്, പ്രളയം ഉപയോഗിച്ചു. അതുപോലെ തന്നെ വളരെ ശക്തരായിരുന്ന, പാറ തുരന്ന് വീടുണ്ടാക്കാൻ മാത്രം ശക്തരായിരുന്ന ആദ് ഗോത്രം, അതായത് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, കൊടുങ്കാറ്റ് മൂലമാണ് നശിപ്പിക്കപ്പെട്ടത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം സമൂദ്, ഭയാനകമായ ശബ്ദം കൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, മദിയനുകാർ, മേഘത്തണലിൽ തീ വർഷിക്കപ്പെട്ടുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമോ ആ നാടൊന്നാകെ കീഴ്മേൽ മറിക്കപ്പെടുകയായിരുന്നു. കീഴ്മേൽ മറിക്കപ്പെട്ടവ എന്നാണ് മുഅ്തഫിക്കാത്ത് എന്ന പദത്തിന്റെ, ഇനി നമ്മൾ പഠിക്കുന്ന ആയത്തിലെ മുഅ്തഫിക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് താമസിച്ചിരുന്ന നാടുകളെ കുറിച്ചാണ് മുഅ്തഫിക്കാത്ത് എന്ന് പറയുന്നത്, കീഴ്മേൽ മറിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം. അപ്പോ പ്രവാചകന്മാരെ നിഷേധിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്ത ഈ പറയപ്പെട്ട എല്ലാ സമൂഹങ്ങളെ കുറിച്ചും കപടവിശ്വാസികൾക്കും മുശ്രിക്കീങ്ങൾക്കും ഒക്കെ അറിയാം. ഇത് അവർക്ക് അറിയാമായിരുന്നു. ഓരോ സമൂഹവും എന്താ ചെയ്തത്? അവർ റസൂലുകളെ നിഷേധിച്ചു, തെളിവുകൾ നിരാകരിച്ചു. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും വിധേയരായി. സ്വയം ശിക്ഷ വലിച്ചു കൂട്ടുകയാണ് അവർ ചെയ്തത്. അല്ലാതെ അള്ളാഹു തആല അവർ ഒരിക്കലും ഒരു അക്രമം അവരോട് കാണിച്ചിട്ടില്ല. അള്ളാഹു തആല അക്രമം ചെയ്യുകയില്ല.
അപ്പൊ അവരുടെ ആ ചരിത്ര സംഭവങ്ങൾ ഇവർക്കും പാഠമാകേണ്ടതല്ലേ? ഇല്ലെങ്കിൽ ആ ധിക്കാരികളെ പോലെ ഇവരെയും അള്ളാഹുവിന്റെ ശിക്ഷ വിധേയമാകും, അല്ലെങ്കിൽ അള്ളാഹു ഇവരെയും ശിക്ഷിക്കുമെന്ന് അവർ ചിന്തിക്കേണ്ടതല്ലേ? അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് അടുത്ത ആയത്തിൽ. 70-ാമത്തെ ആയത്ത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം യഅതിഹിം നബഉൽ ലദീന മിൻ ഖബ്ലിഹിം ഖൗമി നൂഹിൻ വആദിൻ വതമൂദ വഖൗമി ഇബ്രാഹീമ വഅസ്ഹാബി മദ്യന വൽമുഅ്തഫികാത്ത് അതത്ഹും റുസുലുഹും ബിൽബയ്യിനാത്ത് فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അലം യഅതിഹിം അവർക്ക് വന്നിട്ടില്ലേ, അവർക്കറിയില്ലേ? അലം യഅതിഹിം അവർക്ക് ലഭിച്ചിട്ടില്ലേ? എന്ത്? നബഉ വാർത്ത, വൃത്താന്തം. ആരുടെ? അല്ലദീന മിൻ ഖബ്ലിഹിം മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ വാർത്തകളും വൃത്താന്തങ്ങളൊക്കെ അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ? അവർക്കറിയില്ലേ? അവർക്ക് ലഭിച്ചിട്ടില്ലേ? ആരൊക്കെയാണ് മുൻകഴിഞ്ഞ സമൂഹങ്ങൾ? ഖൗമി നൂഹിൻ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം, വആദിൻ ആദ് സമൂഹം, വസമൂദ സമൂദ് സമൂഹം, വഖൗമി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സമൂഹം, വഅസ്ഹാബി മദിയൻ മദിയൻകാരുടെ സമൂഹം, മദിയൻ സമൂഹം, വൽ മുഅ്തഫികാത്ത് നാട് അട്ടിമറിക്കപ്പെട്ടവരുടെയും സമൂഹം, അതായത് ലൂത്ത് നബി അലൈഹി സ്വലാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുഅ്തഫികാത്ത് എന്ന് പറഞ്ഞാൽ നാട് അട്ടിമറിക്കപ്പെട്ടവർ എന്നർത്ഥം. എന്താ അവർക്ക് ചെയ്തത്? അത്തതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ദൂതന്മാർ അവരുടെ അടുത്തേക്ക് ദൃഷ്ടാന്തങ്ങളുമായി വന്നു, പക്ഷെ അവർ നിഷേധിച്ചു. അല്ലെ? എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും അള്ളാഹു തആല അവരോട് ഒരിക്കലും അള്ളാഹു തആല അക്രമം കാണിച്ചിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? വലാക്കിൻ പക്ഷേ കാനു അവരായിരുന്നു അൻഫുസഹും അവരുടെ ശരീരത്തോട് തന്നെ യദ്ലിമൂൻ അതിക്രമം കാണിക്കുന്നവരായിരുന്നു. അവർ സ്വന്തം അതിക്രമം കാണിച്ചതാണ്, അള്ളാഹു തആല അല്ലാതെ അള്ളാഹു തആല അവരോട് എന്ത് ചെയ്തിട്ടില്ല? അതിക്രമങ്ങൾ കാണിച്ചിട്ടില്ല. 71-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളും രീതികളും അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷകളുമൊക്കെ പലതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സത്യവിശ്വാസികളുടെ നിലപാട്, അവരുടെ അവസ്ഥ, ഇതൊക്കെ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെയാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. 71-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. والمؤمنون സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ, വൽ മുഅ്മിനാത്ത് സത്യവിശ്വാസം സ്വീകരിച്ച വനിതകളും സ്ത്രീകളും, ബഅദുഹും ഔലിയാഉ ബഅദ് അവർ പരസ്പരം മിത്രങ്ങളാകുന്നു. ഔലിയ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ, മിത്രങ്ങൾ എന്നൊക്കെ അർത്ഥം പറയാം. ബഅദുഹും ഔലിയാഉ ബഅദ് അവർ ചിലരുടെ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം മിത്രങ്ങളാണ്, ബന്ധുക്കളാണ്. എന്തൊക്കെയാണ് അവരുടെ സ്വഭാവം, അവരുടെ രീതി എന്താണ്? മുനാഫിഖീങ്ങളുടെ രീതികളിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ഇനി എണ്ണി പറയുന്നത്. യഅ്മുറൂന ബിൽ മഅറൂഫ് അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകരി തിന്മയെ വിരോധിക്കുന്നു, വയുഖീമൂന സ്വലാത്ത നിസ്കാരം അവർ മുറപ്രകാരം നിലനിർത്തുന്നു, വയുത്തൂന സക്കാത്ത സക്കാത്ത് അവർ കൊടുത്തുകൂട്ടുന്നു, വയുതീഊന അല്ലാഹ വറസൂല അല്ലാഹുവിനെയും റസൂലിനെയും അവർ അനുസരിക്കുകയും ചെയ്യുന്നു. ഇവരാണ് മുഅ്മിനീങ്ങൾ. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. ഉലൈക ഈ പറയപ്പെട്ട ആളുകൾ, അക്കൂട്ടർ, സയർഹമുഹുമുല്ലാഹ് അല്ലാഹു അവർക്ക് കാരുണ്യം ചൊരിയും, റഹ്മത്ത് ചെയ്യും. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല അസീസുൻ അവൻ പ്രതാപശാലിയാണ്, ഹക്കീമുൻ യുക്തിമാനും തന്നെയാണ്. കഴിഞ്ഞ പേജിൽ നമ്മൾ കപട വിശ്വാസികളുടെ സ്വഭാവ രീതികൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 67ഉം 68ഉം ആയത്തുകളിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅദുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫി വയഖ്ബിളൂന ഐദിയഹും എന്ന് തുടങ്ങിയിട്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞ പേജിൽ അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനോട് കമ്പയർ ചെയ്ത് മുഅ്മിനീങ്ങളുടെ അവസ്ഥ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. 67ലും അതിന് മുമ്പുള്ള പല ആയത്തുകളിലും പറഞ്ഞ ഈ സ്വഭാവ രീതികളെ നമ്മളിപ്പോ പഠിച്ച ഈ 71ൽ പറഞ്ഞ സത്യവിശ്വാസികളുടെ രീതികളോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. തീർത്തും രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? കപടവിശ്വാസികൾ ചിലരിൽ നിന്നുള്ളവരാണ്. അത് ബഅദുഹും മിൻ ബഅദിൻ, അതായത് എല്ലാവരും വേണ്ടാവൃത്തികളിൽ ഒരുപോലെയാണ് എന്ന്. അതാണ് ബഅദുഹും മിൻ ബഅദ് എന്ന് പറഞ്ഞ അർത്ഥം. എല്ലാവരും ഒരേപോലെ വേണ്ടാവൃത്തികൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു.
പക്ഷേ സത്യവിശ്വാസികൾ അങ്ങനെയല്ല. എന്താ പറഞ്ഞത്? പിന്നെ നമ്മളിപ്പോ 71-ാമത്തെ എന്താ പഠിച്ചത്? ബഅദുഹും ഔലിയാ ബഅദ്. കണ്ടോ? അവർ പരസ്പരം ബന്ധുക്കളാണ്, മിത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളിലും സുഖദുഃഖങ്ങളിലും ഒക്കെ അവർ ഒറ്റക്കെട്ടായിരിക്കും, പരസ്പരം ബന്ധുക്കളായിരിക്കും. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. മറ്റേത് ബഅദുഹും മിൻ ബഅദിൻ, ഇവിടെ ചിലരുടെ ഔലിയാക്കളാണ്, ബഅദുഹും ഔലിയാ ബഅദിൻ എന്ന് പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്. അതായത് അതിന്റെ ചില ഭാഗം മറ്റു ചില ഭാഗത്തെ ഉറപ്പിച്ചു നിർത്തുന്നു. അതാണ് ഔലിയാ ബഅദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വേറൊരു ഹദീസിലുണ്ട്, സത്യവിശ്വാസികൾ തമ്മിൽ സ്നേഹവും കരുണയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവരുടെ ഉദാഹരണം ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഒരു അവയവത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ അതു കാരണം ശരീരം മുഴുവനും പനിയും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. അവരൊറ്റ ശരീരമാണ്, ഒറ്റക്കെട്ടാണ് അവർ എന്നർത്ഥം. രണ്ടാമത്തെ വ്യത്യാസം, ദുരാചാരങ്ങൾ ചെയ്യാൻ ഉപദേശിക്കലും സദാചാരങ്ങൾ വിരോധിക്കലുമാണ് മുനാഫിഖീങ്ങളുടെ സ്വഭാവം. യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ്. അതേപോലെ അവർ നിസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാനാണ്. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല എന്ന് സൂറത്തുൻ നിസായിൽ 142 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ പറയുമ്പോൾ പിശുക്കും അവർ, വയഖ്ബിളൂന ഐദിയഹും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചതാണ് അവരുടെ സ്വഭാവം. പക്ഷേ സത്യവിശ്വാസികളുടെ സ്വഭാവം നേരെ മറിച്ചാണ്. അവർ സദാചാരങ്ങളും നല്ല കർമ്മങ്ങളും ചെയ്യാൻ ഉപദേശിക്കും, വേണ്ടാത്തരങ്ങൾ ചെയ്യരുത് എന്ന് പറയും. മുനാഫിക്കീങ്ങൾ അങ്ങനല്ല, വേണ്ടാത്തരങ്ങൾ ചെയ്യണം എന്നാ പറയാം. നമ്മൾ ഈ ആയത്തിൽ പഠിച്ചില്ലേ, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. മാത്രമല്ല വയുഖീമൂന സ്വലാ, നിസ്കാരം ശരിക്ക് നിലനിർത്തും അവർ, മടിയവിടെ ഒന്നല്ല നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുക. സക്കാത്ത് ശരിക്ക് കൊടുക്കും അവർ, പിശുക്കൂല. വയഖ്ബിളൂന ഐദിയഹും, ഇല്ല, സക്കാത്തൊക്കെ ശരിക്ക് കൊടുത്തു കൂട്ടും. വയുതൂന സക്കാ. കമ്പയറിംഗ് മനസ്സിലായല്ലോ അല്ലെ വ്യത്യാസങ്ങളൊക്കെ? ഓക്കെ. മൂന്നാമത്തെ വ്യത്യാസം, കപടവിശ്വാസികൾ അള്ളാഹുവിനെ അവഗണിച്ച് മറന്നു കളയുകയാണ് ചെയ്യുക. അള്ളാഹുവിനെ അവർ അവഗണിക്കും. നസുല്ലാഹ, അല്ലെ, അള്ളാഹുവിനെ അവർ മറന്നു. സത്യവിശ്വാസികൾ ഒരിക്കലും അള്ളാഹുവിനെ അവഗണിക്കുകയില്ല, മറക്കുകയില്ല. അതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾ മുഴുവൻ അനുസരിക്കുന്നവരാണ്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ആയത്തിൽ അവസാനം വയുത്തൂന അല്ലാഹ വറസൂലഹു എന്ന് പറഞ്ഞത്. മറ്റോടത്ത് അള്ളാഹുവിനെ അവർ മറക്കുമെന്നാണ് പറഞ്ഞത്, ഇവിടെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ കണ്ടില്ലേ, രണ്ടു കൂട്ടരുടെയും നിലപാടുകൾ എത്രമാത്രം വൈരുദ്ധ്യമാണ്. എന്താണ് ഈ വൈരുദ്ധ്യങ്ങളുടെ ഫലം? ഒന്ന്, കപടവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 68-ാം ആയത്തിൽ പഠിച്ച പോലെ ശാശ്വതമായ നരകശിക്ഷയാണ് ഉണ്ടാവുക. സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആവട്ടെ സമ്പൂർണ്ണ സുഖമുള്ള ശാശ്വതമായ സ്വർഗങ്ങളാണ് ഉണ്ടാവുക. അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ അനന്തരഫലം എന്താണ്? കപടവിശ്വാസികൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പുറമെ കോപത്തിനും വിധേയരായിരിക്കും. വഗളിബല്ലാഹു അലൈഹിം വലഅനഹും, അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായിരിക്കും. സത്യവിശ്വാസികൾക്കോ സ്വർഗീയ സൗകര്യങ്ങൾക്ക് പുറമെ അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ലഭിക്കുകയും ചെയ്യും. അതാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം. വറിദ്വാനും മിനല്ലാഹി അക്ബർ എന്ന അടുത്ത ആയത്തിൽ പഠിക്കുന്നത് അതിനെ കുറിച്ചാണ്. മൂന്നാമത്തെ അനന്തരഫലം 69-ാം ആയത്തിൽ പഠിച്ച പോലെ കപടവിശ്വാസികളുടെ പ്രവൃത്തികളെല്ലാം രണ്ടു ലോകത്തും ഫലമില്ലാത്തതായി മാറി അവർ മഹാനഷ്ടക്കാരായി മാറും. സത്യവിശ്വാസികളുടെ കർമ്മങ്ങളോ അതെല്ലാം ഫലമുള്ളതായി മാറും, വലിയ പ്രതിഫലം നേടും. അങ്ങനെ അവർ വലിയ വിജയികളായി മാറുകയും ചെയ്യും. ഇനി നമ്മൾ 72-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോ പറഞ്ഞ വിഷയമാണ് 72-ലുള്ളത്, മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങൾ. സ്വർഗത്തിൽ എന്തൊക്കെയാണ്, ശാശ്വതമായ സ്വർഗത്തിൽ മുഅ്മിനീങ്ങളെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല ഇനി പറയുന്നത്, അല്ലേ? ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. وعد الله المؤمنين, അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്ത്? ജന്നാത്തിൻ, സ്വർഗീയ ആരാമങ്ങൾ,
സ്വർഗീയ ഉദ്യാനങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തെജ്രി മിൻ തഹ്തിഹ, ആ ഉദ്യാനങ്ങളുടെ അടിയിലൂടെ ഒഴുകുന്നുണ്ട് അലൻഹാറു, നദികൾ ഒഴുകുന്നുണ്ട്. അപ്പൊ താഴെ കൂടി നദികൾ ഒഴുകുന്ന ജന്നാത്തുകൾ, സ്വർഗീയ തോട്ടങ്ങൾ അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഖാലിദീന ഫീഹ, അതിൽ അവർ ശാശ്വതരായിരിക്കും. പിന്നെന്തും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്? വമസാകിന ത്വയ്യിബതൻ, വമസാകിന ത്വയ്യിബതൻ, നല്ല സ്ഥിരവാസത്തിനുള്ള ആരാമങ്ങളും, ഫി ജന്നാത്തി അദ്നിൻ, അല്ല വമസാകിന, വസതികളും അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ത്വയ്യിബ, ഉത്തമമായ നല്ല വീടുകൾ, നല്ല വസതികളും അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എവിടെ? ഫി ജന്നാത്തി അദ്നിൻ, സ്ഥിരവാസത്തിനുള്ള ആരാമങ്ങളിൽ, അദിൻ സ്വർഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ ഒരു പേരായിട്ട് നമുക്ക് സ്വർഗത്തിന്റെ പല ഐറ്റംസും ഉണ്ട്, പല ലെവലുകളും ഉണ്ട് സ്വർഗത്തിന്. ജന്നാത്ത് അദിൻ എന്നൊക്കെ അള്ളാഹു തആല ഖുർആനിൽ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. ജന്നാത്ത് ഫിർദൗസിന്റെ അദിനുണ്ട് അല്ലെ. അപ്പൊ ഫി ജന്നാത്തി അദിനിൻ, സ്ഥിരവാസത്തിനുള്ള ആരാമങ്ങളിൽ, സ്വർഗീയ തോട്ടങ്ങളിൽ നല്ല ത്വയ്യിബായ മസ്കനുകളും വീടുകളും അവർക്ക് വേണ്ടി അള്ളാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. മസ്കൻ എന്നതിന്റെ പ്ലൂറലാണ് മസാക്കിൻ, വീടുകൾ, ഉത്തമ വീടുകൾ എന്നർത്ഥം. മസാക്കിന ത്വയ്യിബ ഫി ജന്നാത്തി അദിൻ, അദിൻ തോട്ടങ്ങളിൽ എന്നാണ് സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ. അദിൻ ഇങ്ങനെ നമുക്ക് സ്ഥിരവാസത്തിനുള്ളതെന്നും പറയാം. സ്ഥിരമായി താമസിക്കാനുള്ള സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ അവർക്ക് നല്ല വീടുകൾ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ശരി. പക്ഷെ അതിലേറെ വലിയൊരു നിഅമത്തുൽ സുഖം അവർക്കുണ്ട്. എന്താണ്? വരിദ്വാനും മിനല്ലാഹി അക്ബർ, വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ സംതൃപ്തി എത്രേ ഏറ്റവും മഹോന്നതം. വരിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി, അതാണ് അക്ബറു, ഏറ്റവും വലുത്. ഈ സുഖ സൗകര്യങ്ങളെക്കാളും ഒക്കെ വലുത് എന്താണ്? റിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നതാണ്. ദാലിക, അത്, ഹുവ, അത് തന്നെയാണ് അൽ ഫൗസുൽ അളീം, മഹത്തായ വിജയവും. അപ്പോ അവർക്ക് അടിയിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളുണ്ട്, അതിലവർ ശാശ്വതരാണ്. എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗങ്ങളിൽ, സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ ഉത്കൃഷ്ടമായ ഭവനങ്ങൾ അവർക്കുണ്ട് അല്ലേ എന്നൊക്കെയാണ് അല്ലാഹു തആല പറഞ്ഞത്. അതിലേറെ അവർക്ക് റിദ്വാനുമുണ്ട്. സ്വർഗത്തിലെ ഏത് അനുഗ്രഹത്തെക്കാളും, തോട്ടങ്ങളെക്കാളും, നദികളെക്കാളും, ഭവനങ്ങളെക്കാളും, ഹൂറുലീങ്ങളെക്കാളും ഏറ്റവും മഹത്തായത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിളിച്ചു ചോദിക്കുമത്രേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ മുഅ്മിനീങ്ങളോട്, അവിടെ അങ്ങനെ അവിടുത്തെ സുഖങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളോട് ചോദിക്കുമത്രേ, നിങ്ങൾക്ക് തൃപ്തിയായോ? അപ്പോ അവർ പറയും, അള്ളാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ആർക്കും നൽകാത്ത അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, എന്നിട്ടും ഞങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? അപ്പൊ അല്ലാഹു തആല അവരോട് ചോദിക്കും, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ? അപ്പൊ അവർ പറയും, റബ്ബേ, ഇതിലും ഏറെ ശ്രേഷ്ഠയായത് ഇനിയുമുണ്ടോ? ഇനി എന്താണ് ഇതിലേറെ ശ്രേഷ്ഠമായത്? അല്ലാഹു തആല മറുപടി പറയും, എന്റെ സംതൃപ്തി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. മാഷാ അല്ലാഹ്, എന്ത് റാഹത്തായിരിക്കും അത് പറഞ്ഞു കിട്ടിയാൽ അല്ലേ? അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് നൽകട്ടെ അങ്ങനെ പറയുന്നത് കേൾക്കാൻ. എന്റെ റിദ്വാൻ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ, ശാശ്വത സ്വർഗങ്ങളിലെ ഉത്കൃഷ്ട ഭവനങ്ങൾ. ഇത് സംബന്ധിച്ച് മഹാന്മാരായ സ്വഹാബികൾ പലരും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല വിശദീകരണങ്ങളും ഇത് സംബന്ധമായിട്ടുണ്ട്. സ്വർഗത്തിലെ വീടുകളെ സംബന്ധിച്ച് മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഉത്കൃഷ്ട ഭവനങ്ങൾ, മസാക്കിന ത്വയ്യിബ എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ അബൂ ഹുറൈറ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്നിവരോട് ഞാൻ ചോദിച്ചു റളിയല്ലാഹു അൻഹു. അവർ പ്രതികരിച്ചു, ഞങ്ങൾ ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് അവിടെ നിന്ന് മറുപടി പറഞ്ഞത്, അത് മസാക്കിന ത്വയ്യിബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള മുത്തു കൊട്ടാരങ്ങളാണ്. ചെമന്ന മാണിക്യത്തിന്റെ 70 വീടുകൾ ഒരു കൊട്ടാരത്തിൽ ഉണ്ടാകും. ഓരോ വീട്ടിലും പച്ച മരതകം കൊണ്ടുള്ള 70 വീതം മുറികൾ ഉണ്ടാകും. മാഷാ അല്ലാഹ്, അതാണ് മസാക്കിന ത്വയ്യിബ എന്ന് പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. സ്വർഗത്തിന്റെ വീടുകളെ കുറിച്ച് നിരവധി ഹദീസുകളുണ്ട്, വേറെയും ഖുർആനിലൊക്കെ പരാമർശങ്ങളുണ്ട്. വഹും ഫിൽ ഖുറഫാതി ആമിനൂൻ എന്ന് സൂറത്ത് സബയിൽ 37 അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ ഉന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നവരാണ്. ഖുറഫാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉന്നതമായ സൗധങ്ങൾ, വീടുകൾ എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ, സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒറ്റ പവിഴത്തിൽ പണിതീർത്ത ഉള്ളുപൊള്ളയായ ഒരു കൂടാരമുണ്ട് സ്വർഗത്തിൽ. ഉപരിമണ്ഡലത്തിൽ 60 മൈലാണ് അതിന്റെ നീളം. അതിൽ സത്യവിശ്വാസികൾക്ക് ഹൂറുലീങ്ങളും പത്നിമാരും ഉണ്ടായിരിക്കും.
സത്യവിശ്വാസികളായ ആളുകൾ അവർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, സേവകന്മാരായിട്ട് കുട്ടികളും ഒക്കെ അല്ലാത്തവരൊക്കെയുമായി. ആ പത്നിമാർ തമ്മിൽ പരസ്പരം കാണുകയില്ല. ഒറ്റ വീടായിരിക്കും. ആ ഒരു വീട്ടിൽ പിന്നെ മുത്തിന്റെ പവിഴത്താലുള്ള വീടാണ്, അതിൽ കൂടാരമുണ്ട്. ആ കൂടാരത്തിൽ ഒരുപാട് പത്നിമാരുണ്ടാവും. പക്ഷെ ആ പത്നിമാർ പരസ്പരം കാണുകയില്ല. അത് അവിടുത്തെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ, സ്വർണത്തിലും വെള്ളിയിലുമുള്ള, എന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗീയമായ ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ ചായം എന്ന് പറഞ്ഞത് പെയിന്റ് കസ്തൂരിയാണ്, അവിടുത്തെ കൽപ്പൊടി മുത്തും മാണിക്യവുമാണ്, അതിലെ മണ്ണ് കുങ്കുമവുമാണ് എന്ന് ഹദീസിലുണ്ട്. മരണമില്ലാതെയുള്ള ശാശ്വതവും നീങ്ങിപ്പോകാത്ത യൗവനവും ഒക്കെയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. അവിടെ മരണമില്ലല്ലോ. അല്ലാഹു തആല നമ്മൾ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു തരട്ടെ, ഫിർദൗസിൽ തന്നെ പ്രവേശിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിൽ ഒരു ചാൺ ലഭിക്കുക എന്ന് പറയുന്നത് ഭൂമിയും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ മുഅ്മിനായ മനുഷ്യൻ ഉത്തമമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭൂമിയും അതിലുള്ളതും എല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറാണ് സ്വർഗത്തിൽ ഒരൊറ്റ ചാണ് കിട്ടുക എന്നത്. സ്വർഗത്തിൽ എന്താണ് ഉള്ളത് എന്ന് ഒരാൾക്കും ശരിക്കും അറിയൂല. അത് മനുഷ്യന്റെ ചിന്തക്കപ്പുറമാണ്, ഭാവനക്കപ്പുറമാണ്. സ്വർഗവും നരകവും പരലോകത്തുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഭൂമിയിലെ അവസ്ഥകളുമായി അതിന് യാതൊരു ബന്ധമല്ല. സ്വർഗത്തിന്റെ വർണ്ണനകളൊക്കെ ഖുർആനിൽ പറയുന്നതൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണത്. പക്ഷേ സ്വർഗത്തിന്റെ സൗന്ദര്യം, സ്വർഗത്തിന്റെ ആസ്വാദനത്തിന്റെ സുഖം, അതേപോലെ തന്നെ നരകത്തിന്റെ ഭീകരത, ഇതൊക്കെ മനുഷ്യനെ എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? മനുഷ്യന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഖുർആനിലും ഹദീസുകളിലും ഒക്കെ സ്വർഗ നരകത്തെ പറ്റിയുള്ള വിവരണങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് പരിചിതമായ ഭാഷയിലൂടെ, പ്രയോഗങ്ങളിലൂടെ അല്ലാതെ ഏത് കാര്യവും നമുക്ക് വിവരിച്ചു തരാൻ കഴിയില്ലല്ലോ. അപ്പോ ആ സ്വർഗീയ സുഖങ്ങളുടെ അല്ലെങ്കിൽ നരകശിക്ഷയുടെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് വിവരിച്ചു തരാൻ ഒരു നിലക്കും കഴിയില്ല. അതുകൊണ്ട് നമുക്കറിയാവുന്ന വാക്കുകളിൽ അതിനെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ശുദ്ധജലമൊഴുകുന്ന ആറുകളുണ്ട്, സ്ഫടിക നിർമ്മിതമായ കോപ്പകളുണ്ട്, സ്വർണത്തളികകളുണ്ട്, ചാരിക്കിടക്കാനും കിടന്നാടാനുമുള്ള കട്ടിലുകളുണ്ട്, കുടിക്കാൻ മുന്തിയതരം പാനീയങ്ങളുണ്ട്, മദ്യമുണ്ട്, തിന്നാൻ പലതരം പഴങ്ങളുണ്ട്, ആഗ്രഹപൂർത്തീകരണങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അത് ഓരോന്നും അതേ പേരുകളിൽ നമുക്ക് ഇവിടെ അറിയാവുന്ന അതേ വസ്തുക്കളുടെ തോത് വെച്ച് അളക്കരുത്. നമുക്കറിയാവുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളോട് കൂടിയുള്ളതിന് അതൊക്കെ എന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് പരിചയമുള്ള വാക്കുകൾ വെച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ അത് തന്നെ അല്ല അവിടെയുള്ളത് മുന്തിയ ഐറ്റമാണ്, നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ഇതൊന്നും ഇഹലോകത്തെ വസ്തുക്കളുമായി താരതമ്യം ചെയ്യരുത്, അത് വിഡ്ഢിത്തരമാണ്. കാരണം അതിനൊക്കെ ഇവിടത്തെ വസ്തുക്കളുടെ പേരുമായി സാമ്യത മാത്രമേ ഉള്ളൂ. പേരിൽ ഒന്നാന്നുള്ളൂ. മദ്യം, പുഴ നമ്മളങ്ങനെ പറയുന്നതേ ഉള്ളൂ. അവിടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇവിടുത്തേത് വെച്ച് താരതമ്യം ചെയ്യരുത്. പലരും പരിഹസിക്കാറുണ്ട്, യുക്തിവാദികളടക്കം നിരീശ്വരവാദികളടക്കം അവർക്ക് പരിഹസിക്കാറുണ്ട്. ഭൂമിയിലുള്ള കുറേ കാര്യങ്ങളും അതേ സുഖ സൗകര്യങ്ങളും തന്നെയാണല്ലോ നിങ്ങൾക്ക് സ്വർഗത്തിലുള്ളത്. നിങ്ങളുടെ റബ്ബ് സ്വർഗത്തിൽ തരുന്നത് ഇവിടുന്ന് കിട്ടുന്ന മദ്യം പഴയതൊക്കെ തന്നെയാണോ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ആ കളിയാക്കൽ, ആ പരിഹാസം അറിവില്ലായ്മ കൊണ്ടാണ്. പേരിൽ മാത്രമേ സാമ്യമുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കണം. സ്വർഗത്തിലെയും ഭൂമിയിലെയും വസ്തുക്കൾക്ക് ഭൂമിയും സ്വർഗവും എന്ന പോലെ തന്നെ വ്യത്യാസമുണ്ട്. ഖുർആൻ പറയുന്ന പോലെ നല്ല ഇണകളുണ്ട്, ഫലങ്ങളുണ്ട്, അരുവികളുണ്ട്. അതൊക്കെ മനുഷ്യന്റെ ഭാവനകൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. ഇവിടെയുള്ളതുമായി തുലനം ചെയ്യരുത്. സ്വർഗത്തിൽ അരുവിയുണ്ട് എന്ന് പറയുമ്പോ നാം കണ്ട അരുവിയല്ല. ഇണകളുണ്ടെന്ന് പറയുമ്പോ നാം കണ്ട ഇണകളല്ല. നമ്മുടെ വിചാരങ്ങളിൽ പോലും വന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനുഷ്യൻ അഭിപ്രായം പറയുക? എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനുഷ്യൻ പരിഹസിക്കുക, കളിയാക്കുക, വിമർശിക്കുക? പരലോക സംബന്ധമായ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ അറിവിനും അനുമാനത്തിനും അതീതമായിരിക്കും, നമുക്ക് അപരിചിതങ്ങളായിരിക്കും. മരണശേഷം അനുഭവത്തിൽ കാണുമ്പോഴല്ലാതെ അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പൊ സ്വർഗത്തിൽ അത്രയും സുഖങ്ങളുണ്ട്. സ്വർഗത്തിൽ പൊതുവെ ഭൗതിക സുഖങ്ങൾക്ക് പുറമെ നല്ല ആത്മീയമായ ശാന്തിയുള്ള, സംതൃപ്തിയുള്ള, റാഹത്തുള്ള ഒരു ജീവിതമായിരിക്കും അല്ലാഹു തആല അവിടെ നൽകുക. മരണമില്ലാത്ത ജീവിതം. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടേക്ക് എത്തിക്കട്ടെ. ആമീൻ. ഇത്രയുമാണ് ഇന്ന് പഠിക്കാനുള്ളത്. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്
അള്ളാഹു ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണ റബ്ബെ, പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണം തമ്പുരാനെ. നിന്റെ മഹത്തായ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെയും എത്തിക്കണേ അല്ലാ. ജന്നാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകത്തിൽ കാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം തമ്പുരാനെ. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം, റഹ്മാൻ ഉസ്താദ്മാർക്ക് പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും നീ ഖൈറും സലാമത്തും നൽകണം തമ്പുരാനെ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും ആഖിറത്ത് നന്നാക്കണം തമ്പുരാനെ. നിന്റെ ഖുർആനിന് വേണ്ടി ഒരുപാട് കാലം ഇസ്സത്തോടുകൂടി ആഫിയത്തോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.